ഹായ് ബേബീസ്. നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റപ്പായി അച്ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. എന്ത് അച്ചാറാന്ന് മനസ്സിലായോ? ഇത് മാങ്ങഞ്ചി അച്ചാറ്. മാങ്ങഞ്ചി എന്ന് വെച്ചാൽ മാങ്ങാറിഞ്ചി ഒക്കെ പറയും. അതിന്റെ അച്ചാറാണ്. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ഇതാണ് സാധനം. ഇഞ്ചി പോലെ തന്നെയാണ്, പക്ഷെ ഇഞ്ചിയല്ല. മാങ്ങന്റെ ഫ്ലേവർ വരുന്ന ഒരു തരം ഇഞ്ചിയാണ് മാങ്ങാറിഞ്ചി, മാങ്ങഞ്ചി എന്നും പറയും. അതിന്റെ അച്ചാറൊന്ന് നമ്മൾ ഉണ്ടാക്കിയാലോ? ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ പറയണത്. അപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞു വെക്കുക. എന്നിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായി കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചും കുറച്ച് തോനെ വെളുത്തുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിക്ക് മാങ്ങാഞ്ചി എടുത്തിട്ട് നല്ല വേവിക്കുക. മാങ്ങഞ്ചിക്ക് കുറച്ചധികം വേവുള്ളതുകൊണ്ട് കുറച്ചധികം വെന്തോട്ടിട്ട അങ്ങനെ വേവിച്ചതിലേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പപ്പായ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് മാങ്ങഞ്ചി ഉള്ളു, അതുകൊണ്ടാണ് പപ്പായ ഇട്ടത്. പപ്പായും ചക്കരയും അച്ചാർ പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഇളക്കട്ടാ. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിരുന്ന് ഞാൻ മറന്നു പോയതാണ് പറയാന്. അപ്പൊ ഏകദേശം വെന്ത് കണ്ടാൽ ഇറക്കി വെച്ചിട്ട് കുറച്ചുകൂടി ഉപ്പിടട്ടാ. ഉപ്പില്ലെങ്കിൽ പിന്നെ സുർക്കി ഒഴിച്ചിട്ട് 1-2 ദിവസം കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് കഞ്ഞിന്റെ കൂടിയും ചോറിന്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൈറ്റാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇതില് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഇഞ്ചി, കുറെ വെളുത്തുള്ളി, കറിവേപ്പില, പപ്പായ, മാങ്ങഞ്ചി, ഉപ്പ്, ഒരു കഷ്ണം ചക്കര, സുർക്ക. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കല്. നിങ്ങളെ രീതി എങ്ങനെയാണ്?